മുൻ പ്രധാനമന്ത്രി എച്ച്.ഡി. ദേവഗൌഡയുടെ ചെറുമകനും മുൻ എംപിയുമായ പ്രജ്വൽ രേവണ്ണ ബലാത്സംഗ കേസിൽ കുറ്റക്കാരനെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. വീട്ടുജോലിക്കാരിയെ പീഡിപ്പിച്ച കേസിൽ കുറ്റം തെളിഞ്ഞെന്ന് ബംഗളൂരു പ്രത്യേക കോടതി കണ്ടെത്തിയിരിക്കുന്നു. ശിക്ഷാവിധി നാളെ പറയും. കൂടുതൽ വിശദാംശങ്ങൾ ശ്രീജിത്ത് ബാലകൃഷ്ണൻ നൽകും. ശ്രീജിത്ത്, ഇക്കാര്യത്തിൽ കുറ്റം തെളിഞ്ഞിരിക്കുന്നു, നാളെ വിധിയുണ്ടാകും. എന്തെല്ലാം കാര്യങ്ങളാണ് ഇന്ന് കോടതി പരാമർശിച്ചിട്ടുള്ളത്? മുൻ പ്രധാനമന്ത്രിയും JDS നേതാവുമായിട്ടുള്ള എച്ച്.ഡി. ദേവഗൌഡയുടെ മകനും മുൻ ഹാസൻ എംപിയുമാണ്. കർണാടകയിലെ ഹാസൻ എന്നുള്ള മുൻ എംപിയുമാണ് പ്രജ്വൽ രേവണ്ണ. ഏതാണ്ട് 2021 മുതലാണ് ഈ കേസിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത്. വീട്ടുജോലിക്കാരിയെ വീട്ടിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ ഫാം ഹൗസിനുള്ളിൽ, അതായത് പ്രജ്വൽ രേവണ്ണയുടെ ഫാം ഹൗസിനുള്ളിൽ പൂട്ടിയിട്ട് പീഡിപ്പിക്കുകയും ഏതാണ്ട് 4 വർഷത്തോളം തുടർച്ചയായി പീഡിപ്പിക്കുകയും ചെയ്തു എന്നാണ് കേസ്. അത് കോവിഡ് കാലത്ത് അവർ പുറത്തു പോകണമെന്ന് ആവശ്യപ്പെട്ടു, വീട്ടിലേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ അപ്പോഴും അതിനനുവദിച്ചില്ല. കോവിഡ് കാലത്ത് വീണ്ടും ക്രൂരമായ പീഡനവും ബലാത്സംഗവും നടത്തി എന്നുകൂടിയാണ് കേസിൽ പറയുന്നത്. അതിനുശേഷം ഈ തെളിവുകൾ, അതായത് ഇവരെ പീഡിപ്പിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ തെളിവുകളായി ഇയാൾ തന്നെ, പ്രജ്വൽ രേവണ്ണയും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും തന്നെ പുറത്തുവിടുന്നു. അത് സാമൂഹ്യ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നു. അതിനുശേഷമാണ് ഈ വീട്ടുജോലിക്കാരി പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നത്. അങ്ങനെ 2021 മുതൽ തുടരുന്ന പീഡനം. അതിനുശേഷം കഴിഞ്ഞ ഏപ്രിൽ 9 ഈ വിഷയം കോടതിയിലെത്തുന്നു. കോടതിയിലെത്തിയ ശേഷമാണ് ഇത് വലിയ രൂപത്തിൽ, പ്രജ്വൽ രേവണ്ണ ഒരു വലിയ രാഷ്ട്രീയ നേതാവാണ്, JDSൻ്റെ നേതാവാണ്, മുൻ പ്രധാനമന്ത്രിയുടെ ചെറുമകനാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ എച്ച്.ഡി. രേവണ്ണ കർണാടകയിലെ MLA ആണ്. അതുകൊണ്ട് തന്നെ വലിയ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഈ കേസുകൾ തേച്ചുമാച്ച് കളയാനുള്ള ശ്രമം ഉണ്ടാകുന്നു. പക്ഷേ കോടതിയിലെത്തുമ്പോഴേക്കും കാര്യങ്ങൾ മാറി മറിയുന്നു. ഇത് തെളിവായി ഇവർ തന്നെ പുറത്തുവിട്ട തെളിവുകൾ അവർക്ക് തന്നെ, പ്രജ്വൽ രേവണ്ണയ്ക്ക് തന്നെ എതിരായി മാറുന്നു. അങ്ങനെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടതോടെയാണ് ഈ യുവതിയും മുൻ വീട്ടുജോലിക്കാരിയും പിന്നീട് 3 പേരും, അങ്ങനെ മൊത്തം 4 കേസുകളാണ് ഇപ്പോൾ പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ കോടതിയിലുള്ളത്. അതിൽ ആദ്യത്തെ കേസിലാണ് വീട്ടുജോലിക്കാരിയെ ഏതാണ്ട് 4 വർഷത്തോളം ഫാം ഹൗസിൽ പൂട്ടിയിട്ട് എവിടെയും പുറത്തു പോകാൻ അനുവദിക്കാതെ ക്രൂരമായി പീഡിപ്പിച്ചു എന്ന കേസിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. അതിൽ പ്രജ്വൽ രേവണ്ണ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. തെളിവായി ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ എന്ന് പറയുന്നത് അദ്ദേഹം തന്നെ പുറത്തുവിട്ട, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടാളികൾ തന്നെ പുറത്തുവിട്ട ഈ ഓൺലൈനിലേക്ക് ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച, അതായത് പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ഇവർ തന്നെ പ്രചരിപ്പിച്ചിരുന്നു. അതാണ് കൂടുതൽ തെളിവായി കോടതി കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും പ്രജ്വൽ രേവണ്ണ കുറ്റക്കാരനെന്നും കോടതി കണ്ടെത്തിയിരിക്കുന്നു. നാളെ ശിക്ഷാവിധി പ്രഖ്യാപിക്കും. ഇനി 3 കേസുകളിൽ കൂടി വിചാരണ തുടങ്ങാനിരിക്കുന്നുണ്ട്. ഈ 3 കേസുകൾ കൂടി വിധി വരുമ്പോൾ സ്വാഭാവികമായും JDSനെ സംബന്ധിച്ചും ഇപ്പോൾ NDA സഖ്യത്തിലുള്ള JDSനെ സംബന്ധിച്ചും പ്രജ്വൽ രേവണ്ണയെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ JDS കുടുംബത്തെ സംബന്ധിച്ചൊക്കെ വലിയ രാഷ്ട്രീയ തിരിച്ചടിയാണ് ഇക്കാര്യത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. മൈസൂർ മേഖലയിലെ വലിയ രാഷ്ട്രീയ സ്വാധീനമുള്ള നേതാവ് കൂടിയാണ് എച്ച്.ഡി. രേവണ്ണയും എച്ച്.ഡി. ദേവഗൌഡയും ഇപ്പോൾ പ്രജ്വൽ രേവണ്ണയും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പരാജയപ്പെട്ടിരുന്നു. എന്നാൽ പോലും വലിയ രാഷ്ട്രീയ സ്വാധീനമുണ്ട്. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഈ കേസുകൾ തേച്ചുമാച്ച് കളയാൻ ശ്രമം നടത്തിയിരുന്നു എന്നുള്ള ആക്ഷേപവും ആരോപണവും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ കേസുകൾ ബംഗളൂരിലെ പ്രത്യേക കോടതിയിലേക്ക് മാറ്റുന്നത്. എന്തായാലും പ്രത്യേക കോടതി കേസുകളും ഈ ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റങ്ങളും വളരെ ഗൗരവതരമാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. അതിൽ ബലാത്സംഗം അടക്കമുള്ള കുറ്റങ്ങൾ, അതിലാണ് ഇപ്പോൾ ശിക്ഷാവിധി നാളെ പ്രഖ്യാപിക്കാൻ പോകുന്നത്. എന്തായാലും പ്രജ്വൽ രേവണ്ണ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരിക്കുന്നു. JDSനെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാണ് ഈ കേസും ഇനി വരാനിരിക്കുന്ന 3 കേസുകളും. സംഗീത. ശരി ശ്രീജിത്ത്.